മലയിൽ നിന്ന് ശ്രീകൃഷ്ണൻകുട്ടി, ഈ ജില്ല വിഭജിക്കണമെന്നുള്ള ആവശ്യം മലപ്പുറത്ത് നിന്നാണ് ഉയർന്നത് എന്നതിനാൽ കേരളത്തിലെ CPM-നും കോൺഗ്രസിനും പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികൾ അഭിപ്രായം പറയാൻ പോലും കഴിയാതെ മാറി നിൽക്കുന്ന തന്ത്രപരമായ നിലപാട്. അതിന് ഏത് സംസ്ഥാനം നയിക്കുന്ന രണ്ട് പ്രധാന രാഷ്ട്രീയ പാർട്ടികളാണ്. അവരൊക്കെ ഈ വോട്ട് പോകുമോ അല്ലെങ്കിൽ വരുമോ എന്നുള്ള ഭയത്താൽ അഭിപ്രായം പോലും പറയാതെ മാറി നിൽക്കുന്ന അവസ്ഥ എന്താണ് കാരണം? നമസ്കാരം. അല്ല, വോട്ടിന് വേണ്ടിയിട്ടാണല്ലോ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത് പ്രധാനമായിട്ടും. അപ്പൊ അതുകൊണ്ട് അവർ ആ വോട്ടിനെയും ഭയപ്പെടും. അത് ഏത് പാർട്ടിയാണെങ്കിലും സ്വാഭാവികമാണ്. പക്ഷെ അവരാരും സമ്മതിക്കുന്നില്ല. പ്രത്യേകിച്ച് താങ്കളുടെ പാർട്ടി ഒരിക്കലും വോട്ടിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് സമ്മതിക്കുന്ന പാർട്ടിയല്ല. നമ്മളിപ്പോ ഏതെങ്കിലും പാർട്ടിയെ പറ്റി പറയല്ലേ, പൊതുവെയുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പറഞ്ഞോളൂ. പക്ഷേ ഇതിനകത്തെ കാര്യം, ഈ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് 45 ലക്ഷം ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയതാണ്. ഈ ഓരോ ജില്ലയ്ക്കും അതാത് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഉണ്ട്. ഞാനിപ്പോ പഠിച്ചപ്പോ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഏറ്റവും കൂടിയത് മലപ്പുറം ജില്ലയ്ക്കാ. 3.4 വരുന്നുണ്ട്. ഞങ്ങളുടെ ജില്ല കോട്ടയം ജില്ലയ്ക്ക് 1.2 ഉള്ളൂ. അതെന്തുകൊണ്ടായി മലപ്പുറം ജില്ലയ്ക്ക് ഇത്രയും ഗ്രോത്ത് റേറ്റ്? അതിനൊരു കാരണം വേണ്ടേ? അവിടുത്തെ ഈ പോപ്പുലേഷൻ ഇങ്ങനെ വളരാനുള്ള കാരണത്തിന് മതവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ രീതിയിൽ ഈ കാര്യം പരിശോധിച്ചിട്ടുണ്ടോ? അതും പരിശോധിക്കപ്പെടേണ്ട കാര്യമല്ലേ. കാരണം ഏതെങ്കിലും ഒരു ജനവിഭാഗം മാത്രം മറ്റുള്ളവരെ മറ്റുള്ളവരുടെ ഇതിൽ വളരുക എന്ന് പറയുന്നതും തീർച്ചയായിട്ടും അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കാണേണ്ട ഒരു പൊതുവായ സാമൂഹിക വിഷയമാണ്. ആ ഒരു വിഷയം ചർച്ച ചെയ്യാനായിട്ട് ഇപ്പൊ ഇവിടെ വിളിച്ച ആൾക്കാരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എല്ലാവർക്കും അതൊക്കെ പറയാൻ പേടിയാന്ന് തോന്നുന്നു. ഇപ്പൊ നോക്കൂ, ഇപ്പോഴത്തെ ഡെമോഗ്രാഫിക് സ്റ്റഡി അനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോഴത്തെ കേരളത്തിലെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ആണ് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ഗ്രോത്ത് റേറ്റ് ഉള്ളത്. പക്ഷെ ആ ഗ്രോത്ത് റേറ്റിലല്ല മലപ്പുറം പോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും വരാൻ പോകുന്ന നാളുകളെന്ന് പറഞ്ഞാല് ഏതാണ്ട് 2041 ശേഷം കേരളത്തിലെ പോപ്പുലേഷൻ താഴേക്ക് പോകുന്നതാണ് സ്റ്റഡി പറയുന്നത്. 2041 വരെ ഇത് ഗ്രോത്ത് ഉണ്ടാവും. ചെറിയ റേറ്റിലായിരിക്കും ഗ്രോത്ത് ഉണ്ടാവുക. 2041 ശേഷം ഗ്രോത്ത് റേറ്റ് താഴേക്ക് വരും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ വിഭജിക്കുന്ന ജില്ലയുടെ ആവശ്യം പിന്നെ വരുമോ? അതായത് ഇനി ഒരു 15 കൊല്ലത്തെ കാര്യമേ ഉള്ളൂ. ആ 15 കൊല്ലം കഴിയുമ്പോൾ ഗ്രോത്ത് റേറ്റ് താഴാനാണ് സ്റ്റഡി പറയുന്നതെങ്കിൽ പിന്നെ ഇതൊന്നും വിഭജിക്കേണ്ട ആവശ്യമില്ലല്ലോ. കുറെ നാൾ കഴിയുമ്പോഴേക്കും നൂറ്റാണ്ടിന്റെ അവസാനം ആകുമ്പോഴേക്കും കേരളത്തിലെ ജനസംഖ്യ 3 കോടിയിൽ താഴെ വരുമെന്നാണ് ഞാൻ പഠിച്ച ആ സ്റ്റഡിയൊക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി കൂടുതൽ വിഭജനത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. മലപ്പുറത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് ഇപ്പൊ താൽക്കാലികമായിട്ട് ആവശ്യമുണ്ടെങ്കിൽ ആശുപത്രിയോ അതുപോലുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് സ്ഥാപിക്കുക എന്നുള്ളതല്ലാതെ ഇനി കൂടുതൽ ജില്ലയുണ്ടാക്കി കൂടുതൽ ചെലവുണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം. പലരും പറയാൻ മടിക്കുന്ന അത്തരം ചില വിഷയങ്ങൾ കൂടിയുണ്ട്. ഏത് മതമായാലും പൊതു രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അതിനെടുക്കേണ്ട നിലപാടിനപ്പുറം ഉള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അഭിപ്രായം പറയാതിരിക്കുന്നതിനൊക്കെ കാരണം അത് തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.